1789-99 കാലഘട്ടത്തിൽ ഫ്രാൻസിൽ നടന്ന ചരിത്രപരമായ സംഭവങ്ങളെയാണ് പിൽക്കാലത്ത് ഫ്രഞ്ച് വിപ്ലവം എന്ന് അറിയപ്പെട്ടത്. ഫ്രഞ്ച് വിപ്ലവം ഉടലെടുക്കുന്നത് ലിയോ 16 രാജഭരണകാലത്താണ്. അതായത് അദ്ദേഹത്തിന്റെ വഴിവിട്ട രാജഭരണം കാരണം. 1774 അദ്ദേഹത്തിന്റെ രാജഭരണം ആരംഭിക്കുന്നത്. അന്നു മുതൽ തന്നെ ഫ്രാൻസിൽ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ തുടങ്ങി. അതിനൊരു പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ മേരി ആന്റോണിയറ്റ് ആയിരുന്നു. ഒരു ആഡംബരപ്രിയയായിരുന്നു മേരി. ഇവർക്ക് വേണ്ടി ഭീമമായ ഒരു തുക തന്നെ ലൂയി 16 ചിലവാക്കുമായിരുന്നു. ഒരു രാജ്യത്തിന്റെ രാജാവ് തന്നെ ഇങ്ങനെ ചെയ്യുന്നത് ഫ്രാൻസിനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചു. കൂടാതെ ഭരണത്തിലെ അപാകതകളും വലിയ തോതിലുള്ള നികുതി, ഇത് കാരണം ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാകുവാൻ തുടങ്ങി. അങ്ങനെ അസമത്വം നിറഞ്ഞ ഒരു ഭരണം, കൂടാതെ ലൂയി 16 ധൂർത്തും, ഇതെല്ലാം ജനങ്ങളെ വല്ലാതെ പ്രകോപിതരാക്കി. അങ്ങനെ അവിടെ തുടങ്ങിയാണ് ഫ്രഞ്ച് വിപ്ലവം. 1789 ജൂലൈ 14 പാരീസിലെ ബാസ്റ്റീൽ ജയിൽ തകർത്തുകൊണ്ടായിരുന്നു ജനങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കമിട്ടത്. ബാസ്റ്റീൽ ജയിൽ അക്കാലത്ത് രാഷ്ട്രീയ തടവുകാരെ പാർപ്പിച്ചിരുന്ന ഒരു രാജകീയ സ്ഥലമായിരുന്നു. രാജവാഴ്ചയുടെയും ദുർവിനിയോഗത്തിന്റെയും ഒരു പ്രതീകമായിരുന്നു ബാസ്റ്റീൽ കോട്ട. അതുകൊണ്ട് തന്നെയായിരുന്നു ജനങ്ങൾ ആദ്യം ഇത് തകർത്തത്. പിൽക്കാലത്ത് ഈ ദിവസം ഫ്രഞ്ച് ദേശീയ ദിവസമായി ആഘോഷിക്കുവാൻ തുടങ്ങി. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി തുടങ്ങിയവയായിരുന്നു ജനങ്ങളുടെ പ്രധാന മുദ്രാവാക്യം. ഈ സംഭവങ്ങളോടുകൂടി തന്നെ ജനങ്ങൾക്ക് രാജാവിനോടുള്ള വിശ്വാസം കുറയുവാനും രാജാവിന്റെ അധികാരം കുറയുവാനും തുടങ്ങി. ഇത് മനസ്സിലാക്കിയ രാജാവ് 1791 വേഷം മാറി രാജ്യം കടക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ഇത് ജനങ്ങൾ പിടികൂടുകയുണ്ടായി. ഇതോടുകൂടി രാജാവിനോടുള്ള ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി നഷ്ടമാകുവാൻ തുടങ്ങി. 1792 ടുലീറസ് പാലസ് ജനക്കൂട്ടം ആക്രമിച്ച് അവിടെ വെച്ച് ലൂയി 16 കുടുംബത്തെയും വിപ്ലവകാരികൾ തടവിലാക്കി. ടേബിൾ ജയിലിലാണ് അദ്ദേഹത്തെ പ്രധാനമായും തടവിൽ പാർപ്പിച്ചിരുന്നത്. ലൂയി 16 തടവിലായതോടുകൂടി നാഷണൽ കൺവെൻഷൻ എന്ന ഭരണഘടനാ നിർമ്മാണ സഭയാണ് 1792 മുതൽ 95 വരെയുള്ള കാലഘട്ടം ഭരിച്ചിരുന്നത്. ലൂയി 16 തടവിലായതോടുകൂടി 1792 സെപ്റ്റംബർ മാസം 21 ഫ്രാൻസിലെ രാജഭരണം അവസാനിച്ചു. തുടർന്ന് പിറ്റേ ദിവസം 22 ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. പിന്നീട്, അതായത് 1792 മുതൽ 95 വരെയുള്ള കാലഘട്ടം ഫ്രാൻസിനെ ഭരിച്ചിരുന്നത് നാഷണൽ കൺവെൻഷൻ എന്ന ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇക്കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് മേൽ രാജ്യദ്രോഹം കുറ്റം ചുമത്തി വിചാരണ ചെയ്യുവാൻ ആരംഭിച്ചു. വിചാരണയിൽ കുറ്റക്കാരനെന്ന് തെളിഞ്ഞ ലൂയി 16 പാരീസിലെ പ്ലസ് ഡല കോൺകോർഡ് എന്ന സ്ഥലത്ത് വെച്ച് ജിലറ്റിനുപയോഗിച്ചുകൊണ്ട് തലവെട്ടി കൊലപ്പെടുത്തി. ശേഷം 1793-94 കാലഘട്ടം ഫ്രാൻസ് ഭരിച്ചിരുന്നത് ജേക്കോബിൻസ് പാർട്ടിയായിരുന്നു. ഇവരും ഭീകരഭരണം കാഴ്ചവെക്കുവാൻ തുടങ്ങി. 1000-ഓളം പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇങ്ങനെയുള്ള ഭീകരഭരണത്തിന് ശേഷം 1795 ഡയറക്ടറി ഭരണം നിലവിൽ വന്നു. 95 മുതൽ 99 വരെയുള്ള കാലഘട്ടം ഫ്രാൻസിനെ ഭരിച്ചിരുന്നത് ഇവരായിരുന്നു. രാഷ്ട്രീയ അസ്ഥിരത, സാമ്പത്തിക പ്രതിസന്ധി എന്നീ കാരണങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് വരുവാൻ തുടങ്ങി. അങ്ങനെ ഇതിനെല്ലാം അന്ത്യമിടുവാനാണ് നെപ്പോളിയൻ ബോണപാർട്ടയുടെ വരവ്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് സൈന്യത്തിനു വേണ്ടി മികച്ച പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു നെപ്പോളിയൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിവേഗത്തിൽ സൈന്യത്തിന്റെ മേധാവിയായി മാറി. മാത്രമല്ല, യുദ്ധങ്ങളിലെ വിജയവും അദ്ദേഹത്തെ കൂടുതൽ ജനപ്രിയനാക്കി. 1799 നവംബർ 9 ഫ്രഞ്ച് ഭരണത്തിലുണ്ടായിരുന്ന അസ്ഥിരത മുതലെടുത്തുകൊണ്ട് ഡയറക്ടറി ഭരണത്തിന് അന്ത്യം കുറിക്കുകയും നെപ്പോളിയൻ ഭരണാധികാരിയായി മാറുകയും ചെയ്തു. ഇതിലൂടെ നഷ്ടമായ ക്രമസമാധാനം കൊണ്ടുവന്നു. സാമ്പത്തികമായി തകർന്ന ഫ്രാൻസിനെ തിരിച്ചു കൊണ്ടുവരുവാൻ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ഇതിലൂടെ നഷ്ടമായ സാമ്പത്തിക ഭദ്രത തിരികെ കൊണ്ടുവന്നു. നിയമങ്ങൾ ക്രോഡീകരിച്ച് നെപ്പോളിയൻ കോഡ് നടപ്പിലാക്കി. നെപ്പോളിയന്റെ വരവോടുകൂടി 1799 ഫ്രഞ്ച് വിപ്ലവത്തിന് അവസാനമുണ്ടായി. ഇങ്ങനെ 1799 നെപ്പോളിയൻ ബോണപാർട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന് വിരാമമിട്ടു. 1804 അദ്ദേഹം സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.